വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മളിപ്പോൾ RRB നമ്മുടെ NTPC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളുടെ NTPC എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ +2 ലെവൽ NTPC എക്സാം വരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 അവസാനം അല്ലെങ്കിൽ 2026 തുടക്കത്തോടു കൂടി നമുക്ക് അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ. സോ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ടോപ്പിക്കിൻ്റെയും ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ചോദ്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ ദിവസങ്ങളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. മാത്സിനും റീസണിങ്ങിനും വലിയ പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് പഠനത്തിലെ വീഴ്ച വരാതെ ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അത് ഏത് പരീക്ഷയാണെങ്കിലും കുഴപ്പമില്ല. അതായത് RRB നടത്തുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ NTPC എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇരുന്ന് പരിചയപ്പെടാം. അതേപോലെ ലോക്കോ പൈലറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെടാം. അതേപോലെ നമ്മുടെ പാരാമെഡിക്കൽ പരീക്ഷകൾക്ക്, അതേപോലെ RPF കോൺസ്റ്റബിൾ പരീക്ഷകൾക്ക്, അതേപോലെ RPFന്റെ SIയുടെ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നമ്മൾ RRB നടത്തുന്ന ഏത് പരീക്ഷയെങ്കിലും ആയിക്കോട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മളൊരു ചാപ്റ്റർ എടുക്കാൻ പോവാണ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്, ഓരോ ഷിഫ്റ്റുകളിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്താൻ പോവാണ്. ഓരോ ചോദ്യങ്ങളും നിർണായകമാണ്. ചോദ്യം കാണുമ്പോൾ തന്നെ ഒരു ബുക്കിനകത്തേക്ക് ആ ചോദ്യങ്ങൾ എഴുതിയെടുക്കണം. ആ ചോദ്യങ്ങൾ എഴുതിയെടുത്തിട്ട് അത് വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ആദ്യമേ നിങ്ങൾ ഈ ചോദ്യം എഴുതിയെടുക്കുക. ചോദ്യം എഴുതിയെടുത്തതിന് ശേഷം ഞാനത് എങ്ങനെയാണ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതല്ലാതെ നിങ്ങൾ കണ്ടുകൊണ്ട് അങ്ങ് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇത്തരത്തില് സീരീസ് ആയിട്ട് ഓരോ ടോപ്പിക്കിന്റെയും PYQ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് മാത്സ് മാത്രമല്ല, റീസണിങ്ങും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ക്ലാസ്സിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് 2024 ചോദ്യമാണ്. ഏത് ഷിഫ്റ്റിലാണെന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എടാ കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. ഒരു സാധനം 740 രൂപയ്ക്ക് വാങ്ങി 30% ലാഭം നേടുന്നതിനായിട്ട് അയാള് എത്ര രൂപയ്ക്ക് ആ സാധനം വിൽക്കണം എന്നാണ് ചോദ്യം. എടാ 740-നാണ് ആ സാധനം വാങ്ങിച്ചത്. 30% ലാഭം കിട്ടണം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും 30% ലാഭം കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്ന വില എന്ന് പറഞ്ഞാൽ 100% അല്ലേ? എടാ ഏതൊരു സാധനവും വാങ്ങിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 100%. 30% ലാഭം കിട്ടണമെങ്കിൽ 30% കൂട്ടി വിൽക്കണം. അപ്പോൾ ഒരു സാധനം വാങ്ങി വില എന്ന് പറഞ്ഞാൽ 100%. 30% ലാഭം കിട്ടണമെങ്കിൽ 30% കൂട്ടി വിൽക്കുക. അതായത് 130%-ന് വിറ്റാൽ മതി. അതായത് വാങ്ങി വില 740 ആണ്. 740-ന്റെ 130%-ന് വിറ്റാൽ മതി. അല്ലെങ്കിൽ
740-ന്റെ 130% കണ്ടുപിടിച്ചാലും മതി. അല്ലെങ്കിൽ 740-ന്റെ 30% കണ്ടുപിടിച്ചിട്ട് അത് 740-ന്റെ കൂടെ കൂട്ടിയാലും മതി. അല്ലെങ്കിൽ ഒറ്റയടിക്ക് വാങ്ങി വില 740 30% ലാഭം കിട്ടണമെങ്കിൽ 130% വിൽക്കണം. അപ്പം 130% കണ്ടുപിടിച്ചാൽ മതി. 100ന്റെ ഈ 0 കട്ടായി, അതേപോലെ ഈ 0 കട്ടായി. 74-നെ 13 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ ആയി. 74-നെ 13 കൊണ്ട് നിങ്ങൾ സൈഡിലോട്ട് ഗുണിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 74-ന്റെ അവസാനത്തക്കം 4 ആണ്, 13-ന്റെ അവസാനത്തക്കം 3 ആണ്. സ്വാഭാവികമായിട്ടും 74-ഉം 13-ഉം കൂടെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന്റെ അവസാനത്തെ അക്കങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടാൽ പോരെ, മതി. അപ്പൊ ഇവിടെ 4, അവിടെ 3, 4 3 കൂടെ ഗുണിച്ചാൽ എത്ര? 12. അപ്പൊ ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം 2 ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2-ൽ അവസാനിക്കുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് ബി ആയിരുന്നു. കണ്ടോ, 2-ൽ അവസാനിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം ബി ഓപ്ഷൻ ബബിൾ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ്. അതല്ല 2-ൽ അവസാനിക്കുന്ന ഒന്നിലധികം ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ 74-നെ 13 കൊണ്ട് ഗുണിച്ച ഒരു ആൻസറിലേക്ക് എത്തത്തുള്ളായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പതിയെ പോവാം. നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് രണ്ടാമതായിട്ട് അവിടെ കാണുന്നത്. എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു സത്യസന്ധനല്ലാത്ത ഒരു വ്യാപാരി, അതായത് കള്ളം പറഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തിയാണ്, സത്യസന്ധനല്ലാത്ത ഒരു വ്യാപാരി സാധനങ്ങൾ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ കള്ളത്തരമായിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കാം. അവിടെ എന്തായാലും അയാള് വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ 1 കിലോയ്ക്ക് പകരം 900 ഗ്രാമിന്റെ തൂക്കക്കട്ടയാണ് ഉപയോഗിക്കുന്നത്. 1 കിലോഗ്രാം കൊടുക്കേണ്ടതിന് പകരം അയാള് ചെറിയൊരു ഉടായിപ്പ് പരിപാടി കാണിച്ചിട്ട് 900 ഗ്രാമിന്റെ തൂക്കക്കട്ടയാണ് അയാൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 1 കിലോഗ്രാം സാധനം അവന് വിൽക്കുമ്പോൾ അവന് എന്തായാലും 100 ഗ്രാം അവന്റെ കയ്യിൽ നിർത്തിക്കൊണ്ടാണ് അവൻ വിൽക്കുന്നത്, അല്ലെ? 100 ഗ്രാം സാധനം അവൻ നിലനിർത്തിക്കൊണ്ടാണ് 1 കിലോഗ്രാം സാധനം വിൽക്കുന്നത്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണെങ്കിൽ, ഇത് എപ്പോഴും കാണുന്ന ചോദ്യം, RRBയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ത് അറിയോടാ? ഇങ്ങനെ ഡിസ്ഹോണസ്റ്റ് ഡീലർ അല്ലെങ്കിൽ സത്യസന്ധനല്ലാത്ത വ്യാപാരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, 1 കിലോഗ്രാം സാധനമാണ് വിറ്റത്, 900 ഗ്രാമേ കൊടുത്തുള്ളൂ. വേറെ ഒരു ഡേറ്റ പോലും അവിടെ ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും ഡേറ്റ അവിടെ ഉണ്ടോ? ഇല്ല. അതായത് അവിടെ ഉള്ളത് 1000 ഗ്രാം, അതാണ് 1 കിലോഗ്രാം. 1000 ഗ്രാം എന്ന് പറയുന്ന ഒരു സംഖ്യ അവിടെ ഉണ്ട്. 900 ഗ്രാം എന്ന് പറയുന്ന മറ്റൊരു സംഖ്യയും അവിടെ ഉണ്ട്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. 1 കിലോഗ്രാമും ഉണ്ട്, 900 ഗ്രാമും ഉണ്ട്. ഇതല്ലാതെ വേറെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല, വേറെ നമ്പറുകളൊന്നും ഇല്ല. 1000 900 മാത്രമേ ഉള്ളൂ. ഇതിലെ ഒരുത്തൻ CP ആയിരിക്കും, ഒരുത്തൻ SP ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ആരാണ് CP, ആരാണ് SP? CP എന്ന് പറഞ്ഞ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില, SP എന്ന് പറഞ്ഞ സെല്ലിംഗ് പ്രൈസ് വിറ്റ വില, CP വാങ്ങിയ വില. നമുക്കറിയാം, ഒരു സാധനം വിൽക്കുമ്പോൾ ലാഭമാണെങ്കിൽ വിറ്റ വിലയായിരിക്കും വലിയ സംഖ്യ. ഇതൊക്കെ കോമൺ സെൻസിൽ ചിന്തിച്ചൂടെ? ഒരു സാധനം വിൽക്കുമ്പോൾ വിറ്റ വിലയാണ് വലിയ സംഖ്യയെങ്കിൽ ലാഭമായിരിക്കും, വാങ്ങിയ വിലയാണ് വലിയ സംഖ്യയെങ്കിൽ നഷ്ടമാണ്. ഇവിടെ എന്തായാലും ഈ ചോദ്യം വായിക്കുന്ന ഒരുത്തൻ അറിയാം ഇത് ലാഭമാണെന്ന് അറിയാം, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ വിറ്റ വിലയല്ലേ? ഇവിടുത്തെ വലിയ സംഖ്യ എന്ന് പറഞ്ഞ 1000 അല്ലേ? അപ്പൊ 1000-നെ നിങ്ങൾ വിറ്റ വിലയായിട്ട് പരിഗണിക്കുക. അതേപോലെ 900-നെ വാങ്ങിയ വിലയായിട്ട് പരിഗണിക്കുക, 900-നെ വാങ്ങിയ വിലയായിട്ട് പരിഗണിക്കുക, 1000-നെ വിറ്റ വിലയായിട്ട് പരിഗണിക്കുക. ഇനി ആലോചിക്കുക, 900 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, 1000 രൂപയ്ക്ക് വിറ്റു. 900 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 1000 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭമല്ലേ?
ആണ്. എത്ര രൂപ ലാഭം കിട്ടി? 900 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ച് 1000 രൂപയ്ക്ക് വിറ്റാൽ 100 രൂപയാണ് ലാഭം കിട്ടിയത്. അപ്പൊ ലാഭം എത്ര എന്ന് ചോദിച്ചാൽ 100 രൂപയാണ്. അപ്പോൾ ലാഭം 100 ആണ്. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കാന് ലാഭശതമാനം കണ്ടുപിടിക്കാന് ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ സി പി. ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സി പി. ലാഭശതമാനം കാണാന് ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ സി പി ആണെന്നുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ലാഭം എത്ര? ലാഭം 100 അല്ലേ? ലാഭം 100 ആണ്. ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക, ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ സി പി. സി പി എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 900 അല്ലേ? വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 900 അല്ലേ? വാങ്ങിയ വില 900. താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മേളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും കട്ടായിപ്പോയി. 100നെ 9 കൊണ്ട് ഹരിച്ചാൽ ആൻസർ റെഡി. 100നെ നിങ്ങൾ 9 കൊണ്ട് ഹരിക്കണം, കൃത്യമായിട്ട് വെട്ടിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ട് 100നെ 9 കൊണ്ട് ഹരിച്ചാല് 11 9 99 ശിഷ്ടം 1. എന്നിട്ട് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതും. ആദ്യം ഹരണഫലം എഴുതണം. ഹരണഫലം. അതിനുശേഷം ഹാരകം ഡിവൈസർ. ഹാരകത്തിന്റെ മുകളില് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എഴുതി വെക്കണം. ഉത്തരം 11 1/9%. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. 1 കിലോഗ്രാമിന് പകരം 800 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1.5 കിലോഗ്രാമിന് പകരം ഒരു 1000 അല്ലെങ്കിൽ 1200 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാല് ആ തന്നിരിക്കുന്ന 2 സംഖ്യകൾ എടുത്തെഴുതുക. അതിനകത്ത് വലിയവൻ ആരാണോ അവനെ എന്തായിട്ട് പരിഗണിക്കുക? അവനെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് പരിഗണിക്കുക. കാരണം ലാഭം വരുമ്പോഴെല്ലാം വലിയ സംഖ്യ എന്ന് പറഞ്ഞാല് അത് വിറ്റ വിലയായിരിക്കും, വാങ്ങിയ വില ചെറിയ സംഖ്യയായിരിക്കും. സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. 3ാമത്തെ ചോദ്യം ദാ പിടിച്ചു. ഒരു കച്ചവടക്കാരൻ 1 രൂപയ്ക്ക് 10 മിഠായി വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. 1 രൂപയ്ക്ക് അയാൾ എത്ര മിഠായികൾ വാങ്ങി എന്നാണ് ചോദ്യം. വാങ്ങിയത് എങ്ങനെയാണെന്നാണ് ചോദ്യം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഈ ചോദ്യം കാണുമ്പോൾ അവന് മനസ്സിലാക്കാൻ പറ്റും ഇത് ടൈപ്പ് 10ാമത്തെ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവര് പ്രോബ്ലം ചെയ്തു പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ചാപ്റ്റർ നന്നായിട്ട് ചെയ്തു പഠിച്ചതിന് ശേഷം മാത്രമേ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാവുള്ളൂ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ 1 രൂപയ്ക്ക് 10 മിഠായി വിറ്റു. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്യുന്നത് രൂപ ബൈ എണ്ണം എന്ന് പറയുന്ന മെത്തേഡിലാണ് കേട്ടോ. രൂപ ബൈ എണ്ണം എന്ന് പറയുന്ന മെത്തേഡിലാണ് ഈ പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടത്. അതായത് അതങ്ങനെ ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് രൂപ മുകളിൽ എഴുതണം, എണ്ണം താഴെ എഴുതണം. അതായത് രൂപ ബൈ എണ്ണം മെത്തേഡിലാണ് പ്രോബ്ലങ്ങൾ ചെയ്യുന്നത്. ഇവിടെ രൂപ എന്ന് പറഞ്ഞാല് 1 രൂപയല്ലേ? രൂപ എന്ന് പറഞ്ഞാൽ 1. 1 രൂപയ്ക്ക് എണ്ണം 10 കണ്ടോ? 1 രൂപയ്ക്ക് 10 മിഠായി വാങ്ങി വില ആയിരുന്നെങ്കിൽ ഇതിനെ 100% പരിഗണിക്കാമായിരുന്നു. ഇത് വാങ്ങിയ വിലയാണോ? അല്ല. വാങ്ങിയ വില ആയിരുന്നുവെങ്കിൽ ഇതിനെ നമ്മൾ 100% പരിഗണിച്ചേനെ. ഇത് വാങ്ങിയ വില അല്ല, പിന്നെ എന്താണ്? ഇത് വിറ്റ വിലയാണ്. എങ്ങനെ വിറ്റു? 20% ലാഭമാണ്. 20% ലാഭമാണെങ്കിൽ ദിസ് ഈസ് 120%. ഇത് 120%. കാരണം 20% ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് തന്നെ 120% ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി വാങ്ങിയ വില എത്ര അല്ലെങ്കിൽ 100% എത്ര എന്നാണ് ചോദ്യം. 100% കണ്ടുപിടിക്കേണ്ടത്. 100% എത്ര? 100% എത്ര എന്നാണ് ചോദ്യം. 100% കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ചോദ്യം. കണ്ടോ? ഇവിടെ 1 രൂപയ്ക്ക് 10 മിഠായി വിറ്റപ്പോൾ 20% നഷ്ടമായിരുന്നു പറഞ്ഞായിരുന്നെങ്കിൽ ദിസ് ഈസ് 80% എന്ന് എടുത്തേനെ. വാങ്ങി വില അല്ലെങ്കിൽ 100% കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് ചെയ്താൽ മതി. അങ്ങനാണെങ്കിൽ x ഇൻറ്റു
120 ഇസ് ഈക്വൽ ടു 1/10 ഇൻറ്റു 100 എന്ന് വരും. മേളിൽ കിടക്കുന്ന പൂജ്യവും താഴെ കിടക്കുന്ന പൂജ്യവും കൂടെ കട്ടായി. ഈ പൂജ്യം കട്ടായി പോയി. ചുരുക്കി പറഞ്ഞാല് എക്സ് ഇസ് ഈക്വൽ ടു ഈ 12 അപ്പുറത്ത് പോയാൽ 1/12 എന്ന് വരും. മുകളിൽ കിടക്കുന്നത് രൂപയാണെന്നും താഴെ കിടക്കുന്നത് എണ്ണമാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ മുകളിൽ കിടക്കുന്നത് രൂപ, 1 രൂപയ്ക്ക് 12 എണ്ണം എന്നുള്ളതായിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് മനസ്സിലാക്കുക. സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം, വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം 2024 നടന്നുപോയ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണത്. ഒരു സത്യസന്ധനല്ലാത്ത ഒരു കടക്കാരൻ, അപ്പോഴേ ആലോചിച്ചോണം, ഇത് നിങ്ങൾ പഠിച്ചതാണെന്ന് ആലോചിച്ചോണം. ഒരു സാധനം 23 രൂപയ്ക്ക് 1 കിലോഗ്രാം എന്ന നിരക്കിൽ വിറ്റു. യഥാർത്ഥത്തില് അയാൾ വാങ്ങിയ വില 1 കിലോയ്ക്ക് 25 രൂപയായിരുന്നു. അപ്പോൾ അയാൾ വിറ്റ വില 1 കിലോയ്ക്ക് 23 ആണ്. അയാൾ വാങ്ങിയ വില എന്ന് പറഞ്ഞാല് 1 കിലോഗ്രാമിന് 25 രൂപ. എടാ 25 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 23 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാല് എന്തായാലും നഷ്ടമല്ലേ? നഷ്ടമാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്തു? അയാൾ തെറ്റായ തൂക്കം ഉപയോഗിച്ച് 1 കിലോയ്ക്ക് പകരം 800 ഗ്രാം മാത്രമേ നൽകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും എടാ 23 എന്ന് പറഞ്ഞാൽ എന്തായാലും ആ 23 എന്ന് പറയുന്നവനുണ്ടല്ലോ, അതെന്തായാലും വിറ്റ വിലയാണല്ലോ. അത് കൃത്യമായിട്ട് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിറ്റ വിലയാണ്. അപ്പോൾ 23 എന്ന് പറയുന്ന ഈ സാധനം വിറ്റ വിലയാണ്, സെല്ലിംഗ് പ്രൈസ് ആണ്. ആണോ? ആണ്. എടാ 25 രൂപ എന്ന് പറഞ്ഞാൽ വാങ്ങി വില, കോസ്റ്റ് പ്രൈസ്, വാങ്ങി വിലയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1 കിലോഗ്രാമും ഉണ്ട് 800 ഗ്രാമും ഉണ്ട് അല്ലേ? 1 കിലോഗ്രാം 800 ഗ്രാം പഴയ മെത്തേഡ് എന്താണ്? അതിനകത്ത് വലിയവൻ ആരാ? അതായത് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാ. അതേപോലെ 800 ഗ്രാമും ഉണ്ട്. എടാ 1000 ഗ്രാം ആണോ വലുത്, 800 ഗ്രാം ആണോ വലുത്? എന്തായാലും ഇവിടെ ലാഭമോ. കാരണം തൂക്കത്തില് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി വിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ചോദ്യകർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അയാൾ തൂക്കത്തിൽ വെട്ടിപ്പ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ അത് എന്തായാലും ലാഭമായിരിക്കും. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാ. 800 ഗ്രാം അടുത്തത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും ലാഭമാണല്ലോ. ലാഭമായതുകൊണ്ട് വലിയ സംഖ്യ എന്ന് പറഞ്ഞാല് സെല്ലിംഗ് പ്രൈസ് ആണെന്ന് മനസ്സിലാക്കണം. ലാഭമായതുകൊണ്ട് വലിയ സംഖ്യ എന്ന് പറഞ്ഞാല് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും 1000നെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് പരിഗണിക്കാം. അതേപോലെ 800നെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് പരിഗണിക്കാം. ഇങ്ങനെ ഈ ഒരു ചോദ്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2 CPയും 2 SP അവിടെ കാണാൻ സാധിക്കുന്നില്ലേ? എടാ ചോദ്യം നോക്കുന്ന സമയത്ത് അവിടെ CP 2 ഉണ്ട്, അതേപോലെ SP 2 ഇല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയോ? പഴയതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ CP അങ്ങോട്ട് എഴുതണം, ഇവിടെ CP എന്ന് എഴുതണം, ഇവിടെ നിങ്ങൾ SP എന്ന് അങ്ങോട്ട് എഴുതണം. 2 ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. മറ്റേതായിരുന്ന കുഴപ്പമില്ല, 2 ഉണ്ടല്ലോ. CP 25 ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 25 എഴുതി വെച്ചു. എടാ SP 23, SP അപ്പുറത്ത് എഴുതി 23 എഴുതി വെച്ചു. മറ്റേത് 1000 ആണ് SP, 1000 SP. 800 ആണ് CP, 800 CP. യെസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം താഴോട്ട് ഗുണിക്കണം. 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ എല്ലാവർക്കും അറിയാം 100. എടാ മക്കളെ 25നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ 100 ആണെങ്കിൽ 25നെ 8 കൊണ്ട് ഗുണിച്ചാൽ 200 അല്ലേ? അപ്പൊ 25നെ 8 കൊണ്ട് ഗുണിച്ചാൽ 200 ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ 25 × 8 200 ആണെന്ന് മനസ്സിലായി. പിന്നെ 2 0 കൂടെ ചേർത്ത് എഴുതണം. അതായത് 800നെ 25 കൊണ്ട് ഗുണിച്ചാല് 20,000 എന്ന് വരും. അതേപോലെ തന്നെ 23നെ 1000 കൊണ്ട് ഗുണിച്ചാല് 23,000 എന്ന് വരും. കണ്ടോ? എന്നിട്ട്
അംശബന്ധം അങ്ങ് എടുത്തേക്കണം. എന്തോ എടുക്കണം, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടാലും മതി. അതല്ലെങ്കിൽ അംശബന്ധം എടുത്താലും മതി, ഇങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ ഒരു സംശയം വരത്തില്ല. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്തിനാ അംശബന്ധം എടുത്തെന്നൊക്കെ ചോദിക്കും. വേണ്ട, നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അത് ആലോചിക്കണം. എന്തോ ആലോചിക്കണത് അറിയോ? എടാ, CP 20,000 ആണ്, SP 23,000 ആണ്. ഇനി ആലോചിക്ക്, 20,000 രൂപയ്ക്ക് വാങ്ങിച്ചു, 23,000 രൂപയ്ക്ക് വിറ്റു. ഒന്നും കൂടെ, എടാ 20,000 രൂപയ്ക്ക് വാങ്ങിച്ചു, 23,000 രൂപയ്ക്ക് വിറ്റു. 20,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 23,000 രൂപയ്ക്ക് വിറ്റാൽ തീർച്ചയായിട്ടും 3,000 രൂപ ലാഭമാണ്. അപ്പോൾ ലാഭം 3,000 ആണെന്ന് മനസ്സിലായില്ലേ? ലാഭം 3,000 ആണ്. ലാഭശതമാനം കണ്ടുപിടിക്കാന് ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക. ലാഭം 3,000 ആണ്. ലാഭത്തിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുക. ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. CP 20,000 ആണ്. CP 20,000 ആണ്. CP 20,000 ആണ്. ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. ലാഭശതമാനം കാണാൻ താഴെ കിടക്കുന്ന 1 2 3 4 പൂജ്യങ്ങളും മേളിൽ കിടക്കുന്ന 1 2 3 4 പൂജ്യങ്ങളും കട്ടായി. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ ആൻസറായി. 30നെ 2 കൊണ്ട് ഹരിച്ചാല് 15% ലാഭം എന്നുള്ള ഓപ്ഷൻ D നിങ്ങൾ ബബിൾ ചെയ്യണം. 15% പ്രോഫിറ്റ്. അങ്ങനെ നമ്മൾ ആ ഒരു ചോദ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പതിയെ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചു. ചോദ്യം ഇതാണ്: ഒരു മനുഷ്യൻ 5 രൂപയ്ക്ക് 6 പെൻസിലുകൾ വാങ്ങുകയും 6 രൂപയ്ക്ക് 5 പെൻസിലുകൾ വിൽക്കുകയും ചെയ്താൽ അയാളുടെ ലാഭശതമാനം എത്രയാണെന്നാണ് ചോദ്യം. നമ്മുടെ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ഏത് പരീക്ഷയാണെന്ന് നോക്കാതെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ ചെയ്തങ്ങ് പഠിച്ചങ്ങ് പോയാൽ മതിയാവും. അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിൽ വന്ന ചോദ്യം. ചോദ്യം നമ്മൾ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത്ര എണ്ണ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്ര എണ്ണ ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യം. അതായത് 8 എണ്ണം 10 രൂപയ്ക്ക് വാങ്ങിച്ചു, 4 എണ്ണം 20 രൂപയ്ക്ക് വിറ്റു. അല്ലെങ്കിൽ 13 എണ്ണം 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 20 എണ്ണം 8 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് 8ലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 8ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. അറിയാവുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ചോദ്യം അങ്ങ് അവസാനിക്കും. അറിയാത്തവർ ശ്രദ്ധിക്കുക. എടാ, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എണ്ണവും വിലയും തന്നാൽ ഇത്ര എണ്ണ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, ഇത്ര എണ്ണ ഇത്ര രൂപയ്ക്ക് വിറ്റു, അങ്ങനെ എണ്ണവും വിലയും തരുന്ന ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. ആദ്യം നിങ്ങൾ എണ്ണമേ എഴുതാവുള്ളൂ കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതണം. ഇനി എണ്ണം നോക്കിക്കേ. 6 പേന അല്ലെങ്കിൽ 6 പെൻസില് 5 രൂപയ്ക്ക് വാങ്ങി. എണ്ണം 6, വില 5. കണ്ടോ? 6 എണ്ണം 5 രൂപയ്ക്ക് വാങ്ങിച്ചു. അടുത്തത് 5 എണ്ണം 6 രൂപയ്ക്ക് വിറ്റു. 5 എണ്ണം 6 രൂപയ്ക്ക് വിറ്റു. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എണ്ണവും ഉണ്ട്, വിലയും ഉണ്ട്. ഒന്നും കൂടെ, 6 എണ്ണം 5 രൂപയ്ക്ക് വാങ്ങിച്ചു, 5 എണ്ണം 6 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. ഭംഗിയായിട്ട് നമ്മൾ എണ്ണവും വിലയും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഇതാണ് ചെയ്യേണ്ടത്, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഇവിടെ മക്കൾ അതാണ് നോക്കിക്കോണേ. 6ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 6 6 36. താഴോട്ട് ഗുണിച്ച് താഴെ അങ്ങ് എഴുതിയേക്കണം, വേറെ ഒന്നും ആലോചിക്കണ്ട. അതാണ്ടേ 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 25. താഴോട്ട് ഗുണിക്കുക, താഴെ എഴുതുക. 6ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 36 ആണ്. അതേപോലെ 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 25 എന്ന് വരും. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിനെ നമ്മൾ CP ആയിട്ട് പരിഗണിക്കണം. CP ആയിട്ട് പരിഗണിക്കണം, കോസ്റ്റ് പ്രൈസ് ആയിട്ട് പരിഗണിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തത് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. കണ്ടോ? ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്നതിനെ CP ആയിട്ട് പരിഗണിക്കുക, രണ്ടാമത്തതിനെ SP ആയിട്ട് പരിഗണിക്കണം. എന്നിട്ട് നിങ്ങൾ ഇനി ആലോചിക്കുക.
ഇവിടെ മക്കളെ 25 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, 36 രൂപയ്ക്ക് വിറ്റു. 25 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 36 രൂപയ്ക്ക് വിറ്റാൽ ലാഭമല്ലേ? ആണ്. എത്ര രൂപ ലാഭം കിട്ടി? 25-ന് വാങ്ങിച്ചിട്ട് 36-ന് വിറ്റാല് 11 രൂപ ലാഭം കിട്ടി. അപ്പോൾ ലാഭശതമാനം കാണാന് ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ലാഭം എത്ര? 25 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 36 രൂപയ്ക്ക് വിറ്റാല് 11 രൂപയാണ് ലാഭം കിട്ടിയത്. ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സി പി. സി പി എന്ന് പറഞ്ഞാൽ വാങ്ങിവില. വാങ്ങിവില 25 ആണ്. ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ സി പി. സി പി എന്ന് പറഞ്ഞാൽ വാങ്ങിവില. 25-ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 25-ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 4-നെ 11 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് 4ഉം 11 കൂടെ ഗുണിച്ചാല് 4 ഇൻറ്റു 11 44% എന്ന് വരും. അതായത് ഓപ്ഷൻ നോക്കിക്കോ, ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇങ്ങനെ എണ്ണവും വിലയും തരുന്ന ചോദ്യങ്ങളാണെങ്കിൽ 8 എണ്ണം 50 രൂപയ്ക്ക് വാങ്ങിച്ചു, 6 എണ്ണം 70 രൂപയ്ക്ക് വിറ്റു. ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തെടുക്കേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ സി പി ആയിട്ട് പരിഗണിക്കുക, രണ്ടാമത്തതിനെ എസ് പി ആയിട്ട് പരിഗണിക്കുക എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാ പിടിച്ചു. ചോദ്യം നമ്മുടെ RPF കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഒരു കടക്കാരൻ ഒരു സാധനം 108 രൂപയ്ക്ക് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. എടാ 108 രൂപയ്ക്ക് വാങ്ങിച്ചു, എന്നിട്ട് 135 രൂപയ്ക്ക് വിറ്റു, ലാഭത്തിന്റെ ശതമാനം എത്ര എന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 108 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 135 രൂപയ്ക്ക് വിറ്റാൽ എത്ര രൂപയാ ലാഭം കിട്ടിയത്? നമുക്കിവിടെ ലാഭം കണ്ടുപിടിക്കാനല്ല ചോദ്യം, ലാഭശതമാനം കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ലാഭശതമാനം കാണണമെങ്കിൽ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ സി പി ആണ് ഇക്വേഷൻ എന്നറിയാം. അപ്പോൾ 108 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 135-ന് വിറ്റാൽ എത്ര രൂപ ലാഭം കിട്ടി? 135-ന്ന് 108 കുറച്ച് കഴിഞ്ഞാല് 15-ന്ന് 8 പോയാൽ 7 വരും. പിന്നെ അവിടെ 2 ഉള്ളൂ, 27 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ലാഭം എത്ര എന്ന് ചോദിച്ചാൽ 27 രൂപയാണ്. ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ സി പി. സി പി എന്ന് പറഞ്ഞാൽ വാങ്ങിവില. വാങ്ങിവില എന്ന് പറഞ്ഞാല് 108 ആണ്. വാങ്ങിവില 108 ആണ്. നിങ്ങൾക്കവിടെ 27 108 കൂടെ സിമ്പിളായിട്ട് 3 കൊണ്ട് വെട്ടാം അല്ലേ? 27 108 3 കൊണ്ട് വെട്ടാം. അതല്ല നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ 9 കൊണ്ട് വെട്ടാം അല്ലേ? 9 കൊണ്ട് വെട്ടിക്കൂടെ? രണ്ടുപേരും 9-ന്റെ ഗുണിതങ്ങളല്ലേ? അക്കങ്ങളുടെ തുക 9-ന്റെ ഗുണിതമാണെങ്കിൽ എത്ര വലിയ സംഖ്യയാണെങ്കിലും 9-ന്റെ ഗുണിതമാണെന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 9 കൊണ്ട് വെട്ടാം. 27-നെ 9 കൊണ്ട് ഹരിച്ചാൽ 3, 108-നെ 9 കൊണ്ട് ഹരിച്ചാല് 1 9 9, 9-ന്റെ ബാക്കി 1 8 ആയിട്ട് മാറി 18 ആയി. 18 എന്ന് പറയുമ്പോൾ 2 9 18. 3-ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 12. 100-നെ 4 കൊണ്ട് ഹരിച്ചാല് ഉത്തരം 25%. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ലാഭശതമാനം കാണണമെങ്കിൽ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ സി പി ആണ് ഇക്വേഷൻ എന്ന് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചത്. RPF കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലോക്കോ പൈലറ്റിന്റെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുണ്ട്, പതുക്കെ വായിച്ചു നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. കണ്ടോ, 192 പേനയുടെ വാങ്ങി വില 10 രൂപ. 5 രൂപയ്ക്ക് എത്ര പേന കിട്ടുമെന്നാണ് ചോദ്യം. എടാ മക്കളെ, 10 രൂപയ്ക്ക് എത്ര എണ്ണം കിട്ടി? 10 രൂപയ്ക്ക് 192 ആണോ? അപ്പൊ 5 രൂപയ്ക്ക് അതിന്റെ പകുതി പേനയല്ലേ കിട്ടത്തുള്ളൂ. കോമൺ സെൻസിൽ ആലോചിച്ചൂടെ? ഇതൊന്നും വേണ്ട, ഒരു ഐഡിയ പോലും വേണ്ട. 10 രൂപയ്ക്ക് 192 പേന കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 രൂപയ്ക്ക് 192-ന്റെ പകുതി അങ്ങ് എടുത്താൽ പോരെ?
അത്രയും പേന കിട്ടുമെന്ന് ആലോചിച്ചൂടെ? അല്ലെങ്കിൽ 10 രൂപയ്ക്ക് 192, 5 രൂപയ്ക്ക് എത്ര എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ക്രോസ് ചെയ്താലും മതി. 10 രൂപയ്ക്ക് 192 ആണെങ്കിൽ 5 രൂപയ്ക്ക് എത്ര എന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്തിയാലും മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ക്രോസ് ചെയ്താലും മതി. അവിടെ നോക്കിക്കോ, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 10. 5ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 10. 192ന്റെ പകുതി എടുക്കുക, സൈഡിലോട്ട് മാറ്റി ചെയ്ത് നോക്കിയാൽ മതി. 192ന്റെ പകുതി എടുത്താൽ മതി. സോ 19, 9 2 18 വരും. 18ന്റെ ബാക്കി 1 12 മാറി. 6 2 12 96 എന്ന് വരും. ആൻസർ 96 ആയിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നുമില്ല, 192ന്റെ പകുതി 96 ആണെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത്തരത്തില് സിമ്പിൾ ആയിട്ട് ക്രോസ് ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ ഇതൊരു വളരെ സിമ്പിൾ ചോദ്യമാണ്. ചോദിച്ചത് 2018 ഈവനിങ് സെഷൻ, നമ്മുടെ ALPയുടെ പരീക്ഷയ്ക്ക് ഈവനിങ് സെഷനിൽ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അതും ഒരു ലോക്കോ പൈലറ്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. സിമ്പിൾ ചോദ്യം. കസേരകളുടെയും അതേപോലെ മേശകളുടെയും വിലയുടെ അംശബന്ധം അല്ലെങ്കിൽ അനുപാതം 9:5 ആണ്. അതായത് കസേര 9, മേശ 5. കസേര എന്ന് പറഞ്ഞാൽ ചെയറിന്റെ അംശബന്ധം 9, മേശ ടേബിളിന്റെ 5. കണ്ടോ, ചെയറിന്റെ വിലയുടെ അംശബന്ധം 9, ടേബിളിന്റെ വിലയുടെ അംശബന്ധം 5. ഇനി ചോദ്യകർത്താവ് പറയുന്നു കസേരയുടെ വില മേശയുടെ വിലയേക്കാൾ 4200 രൂപ കൂടുതലാണെന്നാണ് പറയുന്നത്. എടാ, കസേരയുടെ വില മേശയുടെ വിലയേക്കാൾ 4200 രൂപ കൂടുതലാണ്. നമുക്കറിയാം വിലകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാല് 9:5 അല്ലേ? വിലയുടെ അംശബന്ധം 9:5. അതായത് ചെയറിന്റെ വില 9 ആണെങ്കിൽ നമുക്ക് ഉറപ്പില്ല, ആണെങ്കിൽ നമ്മുടെ മേശയുടെ വില 5 ആണെന്നാണ് അർത്ഥം. ഇത് 9 ആണെങ്കിൽ അത് 5, ഇത് 9 ആണെങ്കിൽ അത് 5 ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 5 ആണ്, ഇത് 9 ആണ്. എടാ, ഇവിടെ ടേബിളിന്റെ വില, മേശയുടെ വില 5 ആണ്, കസേരയുടെ വില 9. അപ്പൊ തന്നെ മനസ്സിലായില്ലേ 4 കൂടുതലാണെന്ന് മനസ്സിലായില്ലേ? 4 റേഷ്യോ കൂടുതലാണ്. അത് 5 റേഷ്യോ, ഇത് 9 റേഷ്യോ. 4 റേഷ്യോ കൂടുതലാ അല്ലേ? അത് 5, ഇത് 9 ആണെങ്കിൽ 5ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 4 റേഷ്യോ കൂടുതലാണ്, 4 റേഷ്യോ കൂടുതലാണ്. ആ കൂടുതലുള്ള റേഷ്യോ ആണ് 4200. അപ്പോൾ നമുക്ക് മനസ്സിലായി 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ 4200 ആണ്. അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് ഇവന്മാരുടെ വിലകൾ തമ്മിലുള്ള വ്യത്യാസമാണ് 4200. അതായത് ഇവന്മാർ തമ്മിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യത്യാസമാണ്, വിലയുടെ വ്യത്യാസമാണ്. വിലയുടെ വ്യത്യാസമാണ് 4200 എന്ന് പറഞ്ഞാല് വിലയുടെ വ്യത്യാസം 9 5 കുറച്ച 4 ആണ്. അപ്പൊ 4 എന്ന് പറയുന്നത് 4200 ആണ്. 4 എന്ന് പറയുന്നത് 4200 ആണ്. 4 റേഷ്യോ എന്ന് പറഞ്ഞ 4200. കണ്ടുപിടിക്കേണ്ടത് മേശയുടെ വില എത്ര, ടേബിളിന്റെ വില എത്ര, മേശയുടെ വില എത്ര? മേശയുടെ വില 5. 5 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചത്. 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ 4200 ആണെങ്കിൽ 5 റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ് പിള്ളേരെ? ഇതാണ് ചോദ്യം. എടാ, 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ 4200 ആണെങ്കിൽ 5 റേഷ്യോ എത്ര? ഇതാണ് ചോദ്യം. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യാൻ എളുപ്പ വഴി, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 5ഉം 4200 ആണ്. 1 എണ്ണം ഉള്ളത് 4 ആണ്, 1 എണ്ണം ഉള്ളത് 4. എഴുതി വെച്ചു. 4200 4ഉം കൂടെ വെട്ടാം. കാരണം രണ്ടുപേരും 4ന്റെ ഗുണിതങ്ങളാണ്. 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. 1 4 4 കഴിഞ്ഞു. 2 താത്തിറക്കി, രക്ഷയില്ല. 1 0 കൂടെ താത്തിറക്കി, അപ്പൊ എത്ര? 20 ആയി.
20ന് 4 കൊണ്ട് ഇപ്പൊ 2 സ്ഥാനം താത്തിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ ഒരു 0 കൊടുക്കണം എന്നറിയാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സൈഡിലോട്ട് മാറ്റിയിട്ട് 4200 4 കൊണ്ട് ഹരിച്ചു നോക്കുക. അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ 2 സ്ഥാനം താത്തിറക്കണം എങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിൽ 0 കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ നിയമമൊക്കെ ഉണ്ട്. ഇപ്പൊ 2 താത്തിറക്ക് രക്ഷയില്ല. 20 20 ആകുമ്പോൾ 0 മേളിൽ കൊടുക്കണം. 0 കൊടുത്തു. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 4 20. അപ്പോൾ അവസാനത്തെ 0 കൂടെ അങ്ങ് കയറ്റി അങ്ങ് എഴുതി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് 1050 എന്ന് വരും. സൈഡിലോട്ട് മാറ്റി ഹരിച്ചു നോക്കിയാൽ മതി. റിസ്ക് ആണെങ്കിൽ സൈഡിലോട്ട് മാറ്റിയിട്ട് 4200 4 കൊണ്ട് ഹരിക്കുക. ഒരു 4 4 രക്ഷയില്ല. 2 താത്രയ്ക്ക് രക്ഷയില്ലാത്തത് കൊണ്ടാണ് ഞാൻ 0 മേളിൽ കൊടുത്തത്. ദാണ്ടെ 5 4 20 അവസാനത്തെ 0 മേപ്പോട്ട് കയറ്റി എഴുതി. 1050 വരെ നിങ്ങളുടെ ഇഷ്ടമാണത്. 1050നെ 5 കൊണ്ട് ഗുണിക്കുക. എടാ 1050നെ 5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 105നെ 5 കൊണ്ട് ഗുണിച്ചൊരു 0 കൊടുത്താൽ മതി. 5 5 25 ഒരു 5 5 അവസാനത്തെ 0 കൂടെ കയറ്റി എഴുതിയാലേ 5250 വരും. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊന്നും അല്ല. ഇതൊരു അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിസ്ഥാന അറിവുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചോദ്യം തന്നെയാണ് അത്. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. സോ ഒരു ചോദ്യം കൂടെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവാണ്. ഈ ഒരു ചോദ്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നിരുന്നാലും ഇത് നമ്മുടെ 6-ാം തീയതി 2022 ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അരുണ 25 രൂപയ്ക്ക് 8 ബനാന വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവൾ 8 പഴം വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? എടാ 8 പഴം 25 രൂപയ്ക്ക് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് 6 എണ്ണം 20 രൂപയ്ക്ക് വിറ്റു എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിത് കാണുമ്പോഴേ മനസ്സിലാവും എണ്ണമുണ്ട് വിലയുണ്ട്. അങ്ങനെ എണ്ണവും വിലയും തരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. അല്ലെ? ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതുക. പഠിപ്പിച്ചതാ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. എന്നിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 8 എണ്ണം 25, എണ്ണം 8 എണ്ണത്തിന് 25 രൂപയാണ്, എഴുതി വെച്ചു. പിന്നെ 6 എണ്ണം 20 രൂപ, 6 എണ്ണത്തിന് 20 രൂപ എന്ന് പറഞ്ഞു, അത് എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിക്കണം. ക്രോസ് ആയിട്ട് ഗുണിക്കുക. 8ഉം 20ഉം കൂടെ ഗുണിച്ചാൽ 2 8 16 160 ആണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? 20നെ 8 കൊണ്ട് ഗുണിച്ചാൽ 160 ആണ്. അതേപോലെ 25നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 25നെ 5 കൊണ്ട് ഗുണിച്ചാൽ 125 ആണ്. 25നെ 6 കൊണ്ട് ഗുണിച്ചാൽ 150 വരും, 150 എന്ന് വരും. 25നെ 6 കൊണ്ട് ഗുണിച്ചാൽ 150 വരും. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ CP അല്ലെങ്കിൽ വാങ്ങി വിലയായിട്ട് പരിഗണിക്കുക. രണ്ടാമത്തതിനെ വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് പരിഗണിക്കണം എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. എണ്ണവും വിലയും തരുന്ന ചോദ്യങ്ങൾ ഏത് ചോദിച്ചാലും ആദ്യം എണ്ണ എഴുതുക, രണ്ടാമത് വില എഴുതുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. അങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്നതിനെ CP ആയിട്ട് പരിഗണിക്കുക, രണ്ടാമത്തതിനെ SP ആയിട്ട് പരിഗണിക്കുക. ഇനി ആലോചിക്കുക. 150 രൂപയ്ക്ക് വാങ്ങിച്ചു, 160 രൂപയ്ക്ക് വിറ്റു. എടാ കുഞ്ഞുങ്ങളെ, 150 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 160 രൂപയ്ക്ക് വിറ്റാൽ തീർച്ചയായിട്ടും 10 രൂപ ലാഭമല്ലേ? അപ്പോൾ ലാഭശതമാനമാണ്. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. ലാഭം 150ന് വാങ്ങിച്ചിട്ട് 160ന് വിറ്റാൽ 10 രൂപയല്ലേ ലാഭം? അപ്പോൾ ലാഭത്തിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞാൽ വാങ്ങി വില. വാങ്ങി വില 150 ആണ്. വാങ്ങി വില 150. 50ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. 50ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ് 150. 10 × 2 20. 20നെ 3 കൊണ്ട് ഹരിച്ചാൽ ആൻസർ റെഡിയാ. അപ്പൊ നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ട് 20നെ 3 കൊണ്ട് ഹരിക്കണം.
6 3 18 ശിഷ്ടം 2 ആന്റി ക്ലോക്ക്വൈസ്. ആദ്യം ഹരണഫലം എഴുതണം, പിന്നെ ഹാരകം എഴുതണം. ഹാരകത്തിന്റെ മുകളില് ശിഷ്ടം എഴുതി വെക്കുക. ഉത്തരം 6 3 2%. 6 3 2%. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇങ്ങനെ എണ്ണവും വിലയും വരുന്നത്. ഇതിപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏകദേശം ഒരു 10-20 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ നേടിയെടുത്തതിന് ശേഷം ഇത്തരത്തിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഇത്തരം ക്ലാസ്സുകൾ. അടുത്ത നോക്കിക്കേ, RRB NTPC എക്സാം 2021 ചോദിച്ച ചോദ്യമാണ്. അവിടെ 21 ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നിങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം ഒരു 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഇപ്പൊ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഇങ്ങനെ ചെയ്ത് പഠിക്കണം. 2021 ക്വസ്റ്റ്യനാണ്. എടാ കുഞ്ഞുങ്ങളെ ചോദ്യം വായിക്കുക. റാം 5 പഴം 20 രൂപയ്ക്ക് വാങ്ങിച്ചു, 3 എണ്ണം 15 രൂപയ്ക്ക് വിറ്റു. അപ്പോഴേ അടിച്ചോണം ഏതാ എണ്ണവും വിലയും വന്ന ചോദ്യങ്ങളാണെന്ന് അന്നേരം മനസ്സിലാക്കുക അല്ലേ? ഇത്ര എണ്ണം വാങ്ങിച്ചിട്ട് ഇത്ര എണ്ണം വിറ്റെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എണ്ണവും വിലയും വരുന്ന ചോദ്യങ്ങളാണെന്ന് മനസ്സിലായി. അങ്ങനാണെങ്കിൽ നോക്കിക്കോണേ, ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? 5 എണ്ണം 20 രൂപ. എടാ 5 എണ്ണം 20 രൂപയാണെന്ന് പറഞ്ഞു എഴുതി വെച്ചു. 3 എണ്ണം 15 രൂപ. 3 എണ്ണം 15 രൂപ അതും നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിക്കണം. 5ഉം 15ഉം കൂടെ ഗുണിച്ചാൽ 15 5 75. 20 3ഉം കൂടെ ഗുണിച്ചാൽ 20 × 3 60. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ CP, രണ്ടാമത്തത് SP. അതായത് 60 രൂപയ്ക്ക് വാങ്ങിച്ചു. 60 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 75 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. 60 വാങ്ങിച്ചിട്ട് 75 വിറ്റാൽ തീർച്ചയായിട്ടും 15 രൂപ ലാഭം കിട്ടി അല്ലേ? 60 വാങ്ങിച്ചത്, 75 വിറ്റു. 60 വാങ്ങിച്ചിട്ട് 75 വിറ്റാൽ 15 രൂപയാണ് ലാഭം. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. 60 വാങ്ങിച്ചിട്ട് 75 വിറ്റാൽ 15 രൂപയാണ് ലാഭം. അപ്പോൾ ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞാൽ വാങ്ങിവില 60 ആണ്. എടാ കുഞ്ഞുങ്ങളെ 15ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 60? 100നെ 4 കൊണ്ട് ഹരിച്ചാല് ഉത്തരം 25% എന്ന് വരും ആൻസർ. അങ്ങനെ നമ്മൾ കഴിഞ്ഞു പോയ റെയിൽവേ പരീക്ഷകളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചു മാറിയ ഏകദേശം അത് ഏത് പരീക്ഷയെങ്കിലും ആയിക്കോട്ടെ, റെയിൽവേ നടത്തി മാറിയ പരീക്ഷകളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം ഒരു ലെങ്തി വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. സോ വരാൻ പോകുന്ന നമ്മുടെ NTPC പരീക്ഷകൾക്ക് ശേഷം വരാൻ പോകുന്ന നമ്മുടെ ഗ്രൂപ്പ് D പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ബാച്ചിനകത്തേക്ക്. സോ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. സോ ഇതൊരു വലിയ സാധ്യതയാണ്. കേരള PSC പോലെയുള്ള പരീക്ഷയല്ല. നിങ്ങൾക്ക് ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് അഡ്വൈസ് മെമ്മോ എത്താൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മത്സര പരീക്ഷ, ചുരുക്കി പറഞ്ഞാൽ കോടിക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയിലേക്കാണ് നിങ്ങൾ മാറ്റിവെക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഏത് സോൺ വെച്ചിട്ടുണ്ടെങ്കിലും കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഹെവി കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെതായ രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്സ് റീസണിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡെയിലി ഒരു 4-5 മണിക്കൂർ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ അത്തരത്തില് ഈ കഴിഞ്ഞു പോയ 2021, 2024 കാലയളവിലെ റെയിൽവേ ചോദിച്ചു മാറിയ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബാച്ചിലെ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു 2 മണിക്കൂർ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത്
ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് നോളജ് ആണ് കിട്ടുന്നത്. മാത്രമല്ല നിങ്ങൾ ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആവുന്നു, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുവാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കയ്യിലേക്ക് കിട്ടിയതിന് ശേഷം പിന്നീടാണ് നമ്മൾ അത് ചെയ്ത് പഠിച്ച് മോക്ക് എക്സാമുകൾ, റിവിഷൻ എക്സാമുകളും ഒക്കെ എഴുതി അതേപോലെ തന്നെ നോട്ടുകളും തയ്യാറാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങളൊരു മെന്റർ മോണിറ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. സോ ഒരു വലിയ സാധ്യതയാണ് നിങ്ങൾ പല കാര്യങ്ങളിലും തേടി കണ്ടുപിടിക്കുന്നതിനേക്കാൾ ബെറ്റർ ലിമിറ്റഡ് സമയത്തിനുള്ളിലെ നിങ്ങൾക്ക് എല്ലാ റിസോഴ്സസും നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 നടക്കാൻ പോകുന്ന ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഡിക്ക് നമ്മൾ റാപ്പിഡ് ബാച്ച് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. കാരണം പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ ഡേറ്റാസ് നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ടാവും. സോ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. 2025 എന്ന് പറഞ്ഞ വർഷം കളർഫുൾ ആകേണ്ടതാണ്. സോ പരമാവധി ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സജഷൻസ് എഴുതി അറിയിക്കണമെന്നും കൂടി ആത്മാർത്ഥമായിട്ട് റിക്വസ്റ്റ് ചെയ്യുവാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.